ദൈവത്തിൻ്റെ ജീവനിൽ 3 തലങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ തലം എറ്റേണൽ ലൈഫ്. എറ്റേണൽ ലൈഫിൻ്റെ പ്രത്യേകത, എറ്റേണൽ ലൈഫ് എന്ന് പറയുന്നത് ഈ ഭൗതിക ശരീരത്തിൽ ഞാൻ ഇരിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എന്നെ തുടരാൻ അനുവദിക്കുന്ന എൻ്റെ ഉപബോധ മനസ്സിനകത്തും ബോധ മനസ്സിനകത്തും ഉണ്ടാകുന്ന പുത്രത്വ ബോധത്തെയാണ് എറ്റേണൽ ലൈഫ് എന്ന് പറയുന്നത്. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമുക്ക് കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ ജീവിക്കാൻ പറ്റുന്നത്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദാം ഏദൻ തോട്ടത്തിനകത്തിരിക്കുന്ന സമയത്ത് പിതാവ് ആദാമിനെ കാണാൻ വൈകിയ വേളയിൽ ആ ഫെലോഷിപ്പിലേക്ക് കടന്നു വരുന്നത് പോലെ ഈ ശരീരത്തിൽ മൺമയമായി മണ്ണുകൊണ്ട് ആരംഭിച്ച് മണ്ണുകൊണ്ട് അവസാനിക്കുമെന്ന് പറയുന്ന ഈ ഭൗതിക ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ മണ്ണിൽ തുടങ്ങി മണ്ണിൽ അവസാനിക്കാത്ത തലത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു കൂട്ടായ്മയിലേക്ക് നമുക്കൊരു പ്രവേശനം ലഭിച്ചു. അതിൻ്റെ പേരാണ് നിത്യജീവൻ. നിത്യജീവൻ എന്ന് പറയുന്നത് പിതാവിനെ അറിയുന്നതും പിതാവ് അയച്ച പുത്രനെ അറിയുന്നതും ഞാൻ പുത്രനാണെന്ന് തിരിച്ചറിയുന്നതുമാണ്. എന്താണ് നിത്യജീവൻ? 1, നോ ദ ഫാദർ. 2, നോ ദ ക്രൈസ്റ്റ്. 3, നോ ഹൂ യു ആർ. 3 അറിവുകളാണ് നിത്യജീവനകത്ത് കിടക്കുന്നത്. 1, പിതാവിനെ കുറിച്ചുള്ള അറിവ്. 2, ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ്. 3, ഞാൻ ദൈവപുത്രനാണെന്നുള്ള അറിവ്. ഈ 3 അറിവുകളും ഒരുമിച്ചൊരു വ്യക്തിക്കകത്ത് പ്രവേശിച്ചാൽ ആ വ്യക്തിയെ നോക്കി ഒരു മടിയും കൂടാതെ വിളിക്കാം. ആ വ്യക്തി ജീവിക്കുന്ന ജീവിതത്തിൻ്റെ പേരാണ് നിത്യജീവന്റെ ജീവിതം. അതാണ് നാം മനസ്സിലാക്കിയത്. ഇനി രണ്ടാമത്തെ തലമാണ് അമർത്യജീവൻ. നിത്യജീവനിൽ ജീവിക്കുന്ന ഒരു വ്യക്തി അടുത്ത് ചലിക്കുന്ന തലമാണ് അമർത്യജീവൻ. അപ്പോൾ ഇത് പ്രസംഗിക്കപ്പെടുമ്പോൾ തിയോളജിക്കൽ പരമായിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഇതിനെയൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നത് ഫ്യൂച്ചറിസ്റ്റിക് ആയതുകൊണ്ട് ഭാവി, ആസന്ന ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമായിട്ട് ഇതിനെ കണക്കാക്കുമ്പോൾ തിരുവചനം ഇതിനെ പഠിപ്പിക്കുന്നത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടല്ല, പകരം പ്രസന്റിലി നടക്കാൻ സാധ്യതയുള്ള കാര്യമായിട്ടാണ്. നാം നാളെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബൈബിൾ പഠിപ്പിക്കുന്നു, നാളെയല്ല ഇന്ന് തന്നെ നീ വിശ്വസിച്ചാൽ ഇത് നിന്റെ മേൽ സ്വീകരിക്കപ്പെടാൻ കഴിയുന്നതാണ്. നമ്മുടെ ഭൗതികമായ ജീവിതത്തിൽ നാം ജീവിക്കുമ്പോൾ വിശ്വസിക്കാൻ ആരാണ് തയ്യാറാകുന്നത്? അവർക്ക് വേണ്ടി അനുവദിക്കപ്പെടുന്നതാണ് നിത്യജീവൻ. 2, അമർത്യജീവൻ. 3, നമ്മൾ പഠിച്ചു അനന്തജീവൻ. ഇതൊക്കെ പറഞ്ഞതേ ഉള്ളൂ. അതിൽ നിത്യജീവൻ എന്ന് പറയുന്ന വിഷയം പോയിന്റുകളോടുകൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിൽ, കഴിഞ്ഞ മെസ്സേജിൻ്റെ സമയത്ത് നമ്മൾ അമർത്യജീവൻ എന്ന് പറയുന്ന വിഷയത്തിനകത്ത് പ്രവേശിച്ചു. ആ ശുശ്രൂഷ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. നമ്മുടെ പിതാവിന് നമ്മുടെ ഈ ശരീരത്തെ പറ്റി ഒരു നിർണയമുണ്ട്. ആ നിർണയത്തെ തിരിച്ചറിയുന്നിടത്താണ് നാമും പിതാവും തമ്മിലുള്ള